പത്മജ വേണുഗോപാലിനെതിരായ പരാമർശത്തിൽ കെ.പി.സി.സി നേതൃയോഗത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് വിമർശനം. ശൂരനാട് രാജശേഖരനാണ് ഈ വിമർശനം ഉന്നയിച്ചത്. അനാവശ്യമായി ലീഡറുടെ പേര് വലിച്ചിഴച്ചത് ശരിയായില്ല എന്ന് ശൂരനാട് രാജശേഖരൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പിന്തുണച്ചുവെങ്കിലും വിമർശനത്തിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പത്മജ വേണുഗോപാലിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. ഞങ്ങളുടെ എല്ലാവരുടെയും അനിഷേധ്യ നേതാവായ ഈ പാർട്ടിയെ സ്വന്തം ചോരയും ജീവനും എ.വി. ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, കാര്യം ഇങ്ങനെ ഒരു പ്രതികരണം നടന്നത് അത് ശരിയായില്ല എന്നുള്ള തന്നെയാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ആ ഒരു തരത്തിലുള്ള വിമർശനവും യോഗത്തിലുണ്ടായോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രമേശ് ചെന്നിത്തല മാത്രമാണ് ഒരു പരസ്യ നിലപാടുമായി ഈ വിഷയത്തിൽ രംഗത്ത് വന്നത്. പിന്നാലെയാണ് ഇന്ന് ചേർന്ന കെ.പി.സി.സിയുടെ നേതൃയോഗത്തിൽ രാഹുലിനെതിരെ വിമർശനം ഉയർന്നത്. ശൂരനാട് രാജശേഖരനാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. അതായത് മുതിർന്ന നേതാവായിരുന്ന ലീഡറെ പേര് ഇത്തരം വിവാദത്തിലേക്ക് വലിച്ചഴിച്ചത് ശരിയായില്ല, താഴെ തട്ടിൽ പ്രവർത്തിക്കാത്തത് മൂലമാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നതെന്ന് ശൂരനാട് രാജശേഖരൻ യോഗത്തിൽ പറഞ്ഞു. ഇതൊരു അഹങ്കാരത്തിന്റെ സ്വരം ഈ ഒരു പരാമർശത്തിൽ ഉണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് മുന്നേ വ്യക്തമാക്കിയതാണ് എന്നാണ് വി.ഡി. സതീശൻ യോഗത്തിൽ അറിയിച്ചത്. രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് വി.ഡി. സതീശൻ യോഗത്തിൽ സ്വീകരിച്ചത്. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം താൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ അടിയന്തരമായി പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് എന്നാണ്. എന്തായാലും ഇത്തരത്തിലൊരു വിമർശനം കെ.പി.സി.സി യോഗത്തിൽ ഉണ്ടാകുന്നു. എന്തായാലും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുനഃപരിശോധനയോ മറ്റു തരത്തിലുള്ള കാര്യങ്ങളോ കെ.പി.സി.സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന കാര്യം വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് കെ കരുണാകരനെ അപമാനിച്ച ഈ ഒരു പരാമർശത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയാണ് ഈ നേതൃയോഗത്തിൽ ശൂരനാട് രാജശേഖരനിൽ നിന്ന് പ്രതിഫലിച്ചത് എന്ന് നമുക്ക് വ്യക്തമാണ്. ശരി, പത്മജ വേണുഗോപാലിനെതിരായ പരാമർശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിമർശനം. എ.വി. ജയശങ്കറാണ് തിരുവനന്തപുരത്തു നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.